ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉന്നക്കായയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉന്നക്കായ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. എങ്കിൽ ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കൻ ഉന്നക്കായാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്: ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തത്, 100 ഗ്രാം കടലപ്പരിപ്പ് വേവിച്ച് അരച്ചെടുത്തത്, കടലപ്പരിപ്പും ഉരുളക്കിഴങ്ങും പൊടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഒരു സവോള, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം മല്ലിയില, അല്പം ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങിലേക്കും കടലപ്പരിപ്പ് മിക്സിലേക്കും നന്നായിട്ട് ചേർത്ത് കുഴച്ചൊരു മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കടലപ്പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെയുള്ള മാവിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ സവോള നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. സവോള ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളക്, ഇനി ഈ മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്തിടുക. വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത സവോള ഇട്ട് കൊടുക്കുക. സവോളയും പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടെ തയ്യാറാക്കിയെടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാവിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. സവോളയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചൊരു മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. ഇതിൻ്റെ കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനകത്തേക്ക് 1 സ്പൂണ് റൊട്ടിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് ഉരുളകളാക്കി കൈയുടെ വെള്ളയിൽ വെച്ച് പരത്താൻ പറ്റുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. അത് ഇതുപോലെ എടുക്കുക, ഉരുളകളാക്കുക. കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി, നമ്മൾ ഏത്തപ്പഴം ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന രീതിയിൽ ഈ മാവ് പരത്തിയെടുക്കാൻ പറ്റണം. അതേപോലെ തയ്യാറാക്കിയെടുക്കുക. അതായത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കണം. ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി 1 സവോള, 1 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം മല്ലിയില ഇതെല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ചിക്കൻ വെച്ചിട്ടുള്ള ഉന്നക്കായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുക. ഇനി ഇത് മുക്കി പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ്, മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടാണ് ഈ ഉന്നക്കായ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. സവോള വഴറ്റിയെടുത്ത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഈ സമയത്തിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മസാലപ്പൊടികളും ചിക്കനും ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. സവോള ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ അകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഫില്ലിങ്ങിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉന്നക്ക തയ്യാറാക്കി എടുക്കാനുള്ള മാവും റെഡിയായി, ഫില്ലിങ് റെഡിയായി. ഇതിനകത്ത് ഞാൻ മല്ലിയില ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അല്പം മല്ലിയിലയും കൂടെ ഈ ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കടലപ്പരിപ്പ്, ഉരുളക്കിഴങ്ങ്, സവോള മിക്സ് ഇതെല്ലാം കൂടെ കുഴച്ചെടുത്ത മാവ് ഇതുപോലെ എടുത്തിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കുക, അല്ലെങ്കിൽ അല്പം എണ്ണ തടവി കൊടുക്കാം കേട്ടോ. കടലപ്പരിപ്പും ഉരുളക്കിഴങ്ങ് സവോളയും കൂടെയുള്ള മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്ന മാവിന് ഞാൻ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ആ ഓരോ ഉരുളകളും കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ ഉന്നക്കായ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേപോലെ ഇതിനെ പരത്തി കൊടുക്കണം. നന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിച്ചിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് പുറത്തു പോകാത്ത രീതിയിൽ വേണം ഇത് ക്ലോസ് ചെയ്തെടുക്കേണ്ടത്. അടുത്തൊരു ബോളും കൂടെ എടുക്കുക. ഒന്നുകൂടെ ചെയ്യാം. ഫില്ലിങ് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുക. ഉന്നക്കായെല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കത് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പക്ഷേ നോക്കട്ടെ, നന്നായിട്ട് അടിച്ചു കൊടുക്കുക. മുട്ടയുടെ വെള്ളം റെഡിയായി, ബ്രെഡ് ക്രംസ് റെഡിയായി, ഉന്നക്കായ റെഡിയായി. ഇനി ഇത് മുക്കിയിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. ഓരോ ഉന്നക്കായും ഇതുപോലെ എടുക്കുക, മുട്ടയുടെ വെള്ളയിൽ മുക്കുക, പൊട്ടിപ്പൊടി കോട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഇതുപോലെ എല്ലാം തയ്യാറാക്കി വെക്കാം. ചിക്കൻ ഉന്നക്കായ ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എങ്കിലും ഞാൻ ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഉന്നക്കായ തയ്യാറാക്കുന്നതിന് ആവശ്യമായ എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ഉന്നക്കായും അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിനെ നമുക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ വെറൈറ്റി റെസിപ്പിയായ ചിക്കൻ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തപ്പഴം കൊണ്ടുള്ള ഉന്നക്കായ തയ്യാറാക്കുന്നതിന് പകരം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്